വിളപ്പിശാല ശാസ്താംപാറ അയ്യപ്പ ക്ഷേത്രത്തിലെ രക്ഷാധികാരിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചേട്ടാ, ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ, തലമുറകൾക്ക് മുമ്പേ ഉള്ള ഒരു ക്ഷേത്രമാണ്. അന്ന് ക്ഷേത്രമായിട്ടില്ലായിരുന്നു. ഒരു കല്ലൊക്കെ പറക്കി വെച്ച് കല്ലും നിർത്തിയായിരുന്നു, പൂയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 48-49 വർഷം കൊണ്ടാണ് അമ്പലമായത്, പ്രതിഷ്ഠയായത്. ഇപ്പം ശാസ്താംപാറ എന്ന് പറയുന്ന ശനീശ്വരനാണ് ശാസ്താവാണ്. ഇപ്പോഴും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പൂയ ഉണ്ട്. രാവിലെ 9 മണിക്ക് മുമ്പേ പൂയ തീരും. പിന്നെ ആയില്യ പൂയ എന്ന് പറയുന്നത് കന്നിമാസത്തിലോ തുടങ്ങുള്ളൂ. ഒരു 4 മാസം വരെ പൂയ ഇല്ലാതിരിക്കും. ഇപ്പം നാഗരിക്ക് പൂയയില്ല, നാഗർ പൂയയില്ല. ബാക്കി പൂയകളും പ്രതിഷ്ഠാ പൂയകളും എല്ലാം ഉണ്ട്. ഇപ്പം ഇവിടുത്തെ വിശേഷമായിട്ട് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൂ? വിശേഷ പൂജ എന്ന് പറയുന്നത്, വിശേഷ പൂജ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ശനീശ്വരൻ ശനീശ്വരനാകുമ്പോൾ എള്ള് പായസമാണ് പ്രധാന വഴിപാട്. പിന്നെ നീലാഞ്ജനം, എല്ലാ ശനിയാഴ്ചയും നീലാഞ്ജനത്തിന് ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് പലയിടത്തുനിന്ന്. ശനീശ്വരനായോണ്ട് ശാസ്താവിന്റെ അത് പ്രതിഫലത്തിൽ അവർക്ക് അനുഭവത്തിൽ കൂടെ തന്നെ അവർക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് അത്രയും വിജ്ഞാനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര്? ശശിരപ്പള്ളി. ഓക്കെ ചേട്ടാ. ഒത്തിരി ദുർഘടം പിടിച്ച വഴിയാണ്. ഒത്തിരി സ്റ്റെപ്പുകളും മലകളും കയറേണ്ടിയിരിക്കുന്നു. വളരെ പുരാതനമായ ഈ ക്ഷേത്രം ഞാൻ തന്നെ ഇപ്പം കിതയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് കാണാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സ്റ്റെപ്പുകളും മലകളും കയറേണ്ടിയിരിക്കുന്നു. വളരെ പുരാതനമായ ഈ ക്ഷേത്രം ഞാൻ തന്നെ ഇപ്പം കിതയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് കാണാൻ. അടിക്കെട്ടുകൾ ഇതാ നമ്മളെത്തി. മനോഹരമായ ആ കാഴ്ച കാണാൻ ക്ഷേത്രത്തിൻ്റെ നടയിൽ കിതച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്തിയിട്ടുണ്ട്. ശാസ്താംപാറ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ പ്രകൃതി കാഴ്ച. കാറ്റ് സുലഭമായി, വളരെ മനോഹരമായ പ്രകൃതി ഭംഗി. ഇളം കാറ്റ് സുഖകരമാക്കുന്നു. കാണേണ്ട കാഴ്ച തന്നെയാണ്. പ്രേക്ഷകർക്കൊക്കെ ഞാൻ ഈ സമർപ്പിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് രക്ഷാധികാരിയുടെ